ഇത്രയും കാലം ദൈവത്തെ ചീത്ത വിളിക്കായിരുന്നു. ഇപ്പൊ കാര്യം നടന്നപ്പോ ദൈവത്തെ നോക്കിയൊരു സുഖിപ്പിക്കല്. ഞങ്ങൾ ആരും ദൈവത്തെ നിന്ദിച്ച് ജീവിക്കുന്നവരല്ല, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാ. ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും വന്നെന്ന് വരും. അപ്പോഴൊന്നും ഞങ്ങള് വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളി പറയാറില്ല. മോളെ ജയന്തി, ശ്യാമ ഞങ്ങളുടെ മോളായതുകൊണ്ട് പറയുകയല്ല. അവള് ജനിച്ചതേ ഭഗവാൻ കൃഷ്ണൻ ജനിച്ച അതേ അഷ്ടമി രോഹിണി നാളിൽ തന്നെയാ, കോരിച്ചൊരിയുന്ന മഴയത്ത്. അതുപോലെ ഒരു പാതിരാത്രിയില്. ജയന്തി അതിശയോക്തി പറയുന്നൊന്നുമല്ല. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം എപ്പോഴും എന്റെ ശ്യാമവുമുണ്ട്. അത് ഭഗവാൻ എത്രയോ തവണ തെളിയിച്ചിട്ടുള്ളതാ. കുസൃതി കാട്ടുന്നതിൽ അഗ്രഗണ്യനാ ഭഗവാൻ കണ്ണൻ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ശ്യാമയൊന്ന് കരയിപ്പിക്കും, എന്നിട്ട് മാറി നിന്ന് കള്ളക്കണ്ണനൊന്ന് ചിരിക്കും, എന്നിട്ട് താമസിക്കാതെ അവിടെ കണ്ണീരൊപ്പുകയും ചെയ്യും. പിന്നെ ഭഗവാൻ അതല്ലേ പണി. ആ ഗുരുവായൂരാണെങ്കിൽ കൃഷ്ണനെ നിന്ന് തിരിയാൻ നേരമില്ല. പിന്നെയല്ലേ അവളുടെ കണ്ണീരൊപ്പം നടക്കുന്നത്. ഇവളോട് മിണ്ടാതിരിക്കുന്നതാണ് ഭേദം. വിവരദോഷി. ഇവളോട് മിണ്ടാൻ ചെല്ലുന്നവർക്കൊക്കെ വട്ടാവുവച്ചാ. ആഗിൽ സാറ് എത്ര നല്ല ആളാ. എന്റെ ചേച്ചിയോട് എന്ത് ഇഷ്ടമാ സാറിന്. ഓ പിന്നെ കരഞ്ഞു കൂവി കാര്യം നേടാനേ എന്ത് മിടിക്കാന്നറിയോ നിന്റെ ചേച്ചി. അങ്ങനെ ആ ചെക്ക അലിഞ്ഞു പോയതല്ലേ. എന്റെ അച്ഛനും അമ്മയും അനിയനൊക്കെ ഇവിടെ നിൽക്കുക. ഞാൻ നിന്നെ തല്ലിയാലേ വിഷമിക്കുന്ന അവരൊക്കെ തന്നെ ആവും. അല്ലെങ്കിൽ ഓട്ടമോനെ, മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നവരോടെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് സ്വയം പഠിച്ച് മനസ്സിലാക്കണം. എന്ന് വെച്ച് എത്രയെന്ന് കരുതി അച്ഛാ ക്ഷമിക്കുക. ഇങ്ങനുണ്ടോ മനുഷ്യർക്ക് അസൂയ? ഇതൊരു അപാര ജന്മം തന്നെയാ. കാര്യം പറഞ്ഞ അത് അസൂയയാണെന്ന്. അവളെ എത്ര നാൾ ആ കൊട്ടാരത്തിൽ വാഴുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കുഞ്ഞ് നശിച്ചു കാണണമെന്നാ ഇവളുടെയൊക്കെ ആഗ്രഹം. ഇവളെയൊക്കെ ഞാൻ എങ്ങനെ സ്നേഹിക്കാം? വേണ്ട, ക്ഷമിക്കണം മോനെ. എല്ലാ മനുഷ്യരും നമ്മളെ പോലെ ആവണമെന്നില്ലല്ലോ. ചില മനുഷ്യരങ്ങനെയാ. നോക്കിക്കോ, ഈ കല്യാണവും വാഴില്ല. അരവിന്ദ, ചുമ്മാ ഇരിക്കും. വലിയൊരു കൊടുങ്കാറ്റും മഴയും കഴിഞ്ഞ് മാനം തെളിഞ്ഞതുപോലെ ദൈവത്തോട് നന്ദി പറഞ്ഞിരിക്കേണ്ട ദിവസമായിരുന്നു. ആ സമയത്ത് വഴക്കും വിദ്വേഷവും ഒന്നും വേണ്ട. എന്റെ കൃഷ്ണ ഭഗവാനെ, നിന്റെ സഹസ്രനാമങ്ങൾ ചൊല്ലി പാടേണ്ട ദിവസമായിരുന്നു. നന്ദി ഭഗവാനെ, 1000 നന്ദി. കൃഷ്ണ ഗുരുവായൂരപ്പ. കളഞ്ഞില്ലേ അവളെന്റെ ജീവിതം? ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? എന്റെ മോള് സമാധാനം കണ്ടെത്താൻ നോക്ക്. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. എന്ത് നാണക്കേടാ മമ്മി ഞാൻ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇട്ട് കല്യാണ മണ്ഡപത്തിൽ കയറി താലി കഴുത്തിൽ ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിന്ന എന്നെയാ ആ അഖിൽ അവഗണിച്ചതും അപമാനിച്ചതും. നാട്ടുകാരെല്ലാരും നോക്കി നിൽക്കാൻ നാണം കെട്ട് ഇറങ്ങി പോരേണ്ടി വന്നില്ലേ എനിക്ക്? കല്യാണം കഴിക്കാൻ ചെന്ന എന്റെ മുന്നിൽ വെച്ച് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നില്ല എനിക്ക്. ഞാൻ ഇനി എന്തിനാ മമ്മി ജീവിച്ചിരിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്? നീ അടങ്ങ് മോളെ. ആ വൃത്തികെട്ടവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവളെയും അവനെയും അവരുടെ വീട്ടുകാരെയും ഞാൻ വെറുതെ വിടില്ല. കല്യാണം കഴിച്ച് ഇനി സുഖമായി ജീവിക്കാന്നൊന്നും അവർ കരുതണ്ട. മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല.
അവരോട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മമ്മി? അവര് കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയില്ലേ? അതൊന്നും നടന്നു കഴിഞ്ഞിട്ടില്ല മോളെ. എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ എന്നെ വേദനിപ്പിച്ചതിന് അവൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു. വൈകാതെ ആ ശിക്ഷ ഞാൻ നടപ്പിലാക്കും. എന്നാലും ഞാൻ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നാട്ടുകാരുടെ വീട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എല്ലാത്തിനും പരിഹാരമുണ്ട് മോളെ. എന്ത് പരിഹാരം? എനിക്ക് ആലോചിച്ച് വെച്ചിരുന്ന ആ കല്യാണം വരെ മുടങ്ങിപ്പോയില്ലേ? ആ വിവേകിനെ ഞാൻ പ്രേമിച്ചു തുടങ്ങിയതാ. അവനെ ഞാൻ തേച്ചെന്നല്ലേ അവൻ കരുതുക? അവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. അപ്പോഴാ അതിലും വലിയ ചാൻസ് ആണെന്നും കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞ് അഖിലിന്റെ പുറകെ പോയത്. ഒടുവില് കടിച്ചതുമില്ല പിടിച്ചതുമില്ലെന്നായി. മമ്മിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അഖിലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതെന്നും ആ രണ്ടാം കെട്ടുകാരനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നെന്നും നീ വിവേകിനോട് പറയണം. എനിക്ക് വിവേകേട്ടനെ ആയിരുന്നു ഇഷ്ടമെന്നും പറഞ്ഞ് നീ അവനെ വളയ്ക്കണം. വളയ്ക്കാനേ അവൻ എന്താ കനം കുറഞ്ഞ ചെമ്പ് കമ്പിയോ? അതും പറഞ്ഞ് അവന്റെ മുമ്പിലേക്ക് ചെന്നാ അവൻ കരണക്കുറ്റി നോക്കി പുകയ്ക്കും. അവനുമായിട്ടുള്ള നിന്റെ കല്യാണം ഈ GS അരുന്ധതി നടത്തിത്തരും. അതൊന്നും നടക്കില്ല മമ്മി. നാണം കെട്ട് ഞാൻ അവന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? കല്യാണ പന്തലിൽ നിന്നും ചെറുക്കൻ അടിച്ചോടിച്ച പെണ്ണ് എന്ന പേര് ദോഷം എനിക്ക് വീണ് കഴിഞ്ഞു. എനിക്ക് നല്ല കല്യാണാലോചനകളൊന്നും വരില്ല. ഇനി ഏതെങ്കിലും പാഴുകളെയോ വാഴകളെയോ കെട്ടി ജീവിക്കേണ്ടി വരും. അങ്ങനൊന്നും വരില്ല മോളെ. നിന്നെ ഞാൻ ആനന്ദ നിലയത്തെക്കാൾ വലിയ കൊട്ടാരത്തിലേക്ക് അയക്കും. അതെന്റെ വാശിയാ. എന്റെ മോളെ നാണം കെടുത്തിയവരൊക്കെ അനുഭവിക്കാൻ പോവാ. നിന്റെ ഈ കണ്ണീരിന്റെ ഉത്തരവാദികളെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ. ആ ശ്യാമ എന്റെ മോൾ ഇവിടെ പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോ അവൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയായിരിക്കും. ഇനി അവളുടെ ചോര കണ്ടേ ഈ അരുന്ധതി അടങ്ങൂ. ഇത് സത്യം. എല്ലാ പദ്ധതികളും തകർന്നുപോയി. അവൾ അവസാന നിമിഷം നമ്മുടെ തോളത്ത് ചവിട്ടി ജയിച്ചു കയറി. ദൈവം അവൾക്ക് അനുകൂലമാണ് ജഗൻ. അവൾ കൊണ്ടു നടക്കുന്ന കൃഷ്ണ വിഗ്രഹം അത് വെറുമൊരു പ്രതിമയല്ല. മണ്ടത്തരം പറയല്ലേ മായേ. കൃഷ്ണൻ വന്ന് നടത്തിക്കൊടുത്തതൊന്നുമല്ല അവളുടെ ഈ രണ്ടാം കല്യാണം. അത് അവളും അവളുടെ ആങ്ങളെയും കൂടി അവരുടെ ബുദ്ധി കൊണ്ട് നേടിയതാ. കഷ്ടകാലത്തിന് ഞാൻ കൊട്ടേഷൻ ഏൽപ്പിച്ച ആ ഭദ്രൻ അവരുടെ വായി ചെന്ന് വീഴുകയും ചെയ്തു. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അവളെ വീഴ്ത്താൻ കഴിയുന്നില്ലല്ലോ ജഗൻ. അതാണ് മായ ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം. ജഗന്നാഥൻ പരാജയം അറിഞ്ഞിട്ടുള്ള ആളല്ല. പക്ഷേ അവളുടെ കാര്യത്തിലും ആനന്ദ നിലയത്തിന്റെ കാര്യത്തിലും എനിക്ക് അടിക്കടി പരാജയം നേരിടുകയാ. ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്ത പരാജയമായി പോയി. ആ ശ്യാമ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ആനന്ദ നിലയത്തിലെ വസുന്ധരയെയും അഖിലിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ. പരാജയം ഏറ്റുവാങ്ങുമ്പോഴാ പക ഇരട്ടിക്കുന്നത്. ഞാൻ നിന്ന് കത്തുകയാണിപ്പോ. ഇനി മുതൽ അങ്ങോട്ട് വസുന്ധരയല്ല, ശ്യാമയാണ് നമ്മുടെ മുഖ്യ എതിരാളി. ആ ശ്യാമയെ കൊണ്ട് തന്നെ ജഗൻ ആനന്ദ നിലയം തകർക്കണം. അതിനുള്ള കെണികളാണ് ഇനി ജഗൻ ഒരുക്കേണ്ടത്. പ്രകോപിപ്പിക്കും തോറും
പ്രതികാരത്തിന്റെ കലി 10 മടങ്ങ് കൂടുകയാ. വെറുമൊരു അമ്പലവാസി പാവമാണെന്ന് നമ്മൾ കരുതിയ ആ നരുന്ത് പെണ്ണ് പുരാണത്തിലെ നായികമാരെ വെല്ലുന്ന ബുദ്ധി കാണിച്ചിരിക്കുന്നു. ജഗന്നാഥന്റെ മായയുടെ മുഖ്യ ശത്രുവായി അവൾ മാറിയിരിക്കുന്നു. അവളോട് ക്ഷമിക്കില്ല ഈ ജഗന്നാഥൻ. ഇത് വെറും വീമ്പ് പറച്ചിലല്ല. ഇനി ശ്യാമയും നമ്മളും തമ്മിലാ യുദ്ധം. എന്തു പറ്റി വസുന്ധരെ? തകർത്ത് കളഞ്ഞല്ലോ അപ്പച്ചി എന്നെ അവള്. എന്റെ മോനെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അവനെ പിന്നെ അവള് തന്നെ വന്ന് സ്വന്തമാക്കി കളഞ്ഞല്ലോ. ഇതൊരു വലിയ തോൽവി തന്നെയാ. വസുന്ധരെ, നീ വിഷമിക്കാതെ. വീണ്ടും വലിഞ്ഞു കയറിയില്ലേ അപ്പച്ചി അവൾ ഇതിനകത്തേക്ക്? ഇനി ഞാൻ എന്തു പറയാനാ വസുന്ധരെ? എനിക്ക് എന്തു പറയാൻ പറ്റും? ഞാനൊരമ്മയല്ലേ അപ്പച്ചി, ഞാനിതെങ്ങനെ സഹിക്കും? വസുന്ധരയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇഷ്ടമില്ലാത്ത മരുമകളെ സ്നേഹിക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കില്ല വസുന്ധരെ. അവളെ കാണുന്നതേ വസുന്ധരയ്ക്ക് ചതുർത്ഥിയ. ഞാനാണെങ്കി ആ പെണ്ണിനെ കാണുമ്പോഴേ മുഖം തിരിച്ചു കളയും. എനിക്കെന്തോ ഉള്ളിൽ പിശാച് കയറുന്ന പോലെ അവളെ കാണുമ്പോ. നശിച്ചവള് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോ എന്റെ മുൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ആ കല്യാണ മണ്ഡപത്തിലേക്ക് വീണ്ടും ഈ ശല്യം വന്നു കയറിയത്. ഈ വീട്ടിന് എന്തോ കുഴപ്പമുണ്ട് വസുന്ധരെ. ഇവിടെ കിടന്ന് എന്തോ ഒരു ഗുളികം വട്ടം ചുറ്റുന്നുണ്ട്. ഒരു ജോത്സ്യരെ കൊണ്ട് നമുക്കൊന്ന് നോക്കിപ്പിച്ചാലോ? ജോത്സ്യന് മണ്ണാങ്കട്ടെ ഒന്നും വേണ്ട. മനുഷ്യൻ ചെയ്യുന്ന മര്യാദകളിനൊക്കെ ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചിട്ട് എന്താ കാര്യം? ഭാര്യയുടെ മനസ്സറിയാതെ ഭർത്താവ് ചെയ്യുന്ന ദ്രോഹങ്ങളാ ഇതൊക്കെ. അന്ന് എന്നോട് ആലോചിക്കാതെ ആനന്ദേട്ട് നീ കല്യാണം നടത്തിയതിന്റെ കുഴപ്പങ്ങളാ ഇതെല്ലാം. ആ, അത് ശരിയാ. കാര്യം എന്റെ നേരാങ്ങളയുടെ മോനാണെങ്കിലും ആനന്ദിന് ചില കാര്യങ്ങളിൽ അല്പം ബുദ്ധി കുറവാ. അതാ പറ്റിയത്. വരുന്നുണ്ട്, കയ്യിൽ പാലുണ്ട്. നിന്നെ നീ പിന്നെ എന്റെ ഹൃദയം തകർത്തുകൊണ്ട് ഇതിനകത്ത് കയറിപ്പറ്റി. വീണ്ടും എന്റെ മകന്റെ ഭാര്യയായി. ഞാൻ എന്നേക്കുമായി നിന്റെ മുമ്പിൽ തോറ്റുപോയി എന്നൊന്നും നീ കരുതണ്ട. ഈ വസുന്ധര ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഈ വീട്ടിൽ നടപ്പാകും. ഇപ്പോഴും ഞാൻ എന്റെ മോന്റെ ഭാര്യയായിട്ട് നിന്നെ അംഗീകരിച്ചിട്ടില്ല. ഈ ജന്മം അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് നീ എനിക്ക് നേരത്തെ തന്ന വാക്ക് ഇനിയും ലംഘിക്കാൻ പാടില്ല. അവൻ കിടക്കുന്ന കിടക്കയിൽ നീ ഉറങ്ങാൻ പാടില്ല. എന്തു പറയുന്നു? അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് തെറ്റിക്കില്ല. ഇത് സത്യം. നിന്നെ ഇങ്ങ് വന്നേ. എന്താ അമ്മ? ഈ പാലത്തിന് കൊണ്ടുപോവാ. ചെല്ല. അതെ, നീ പാല് വാങ്ങി വെച്ചത് വളരെ നന്നായി. അവളുടെ ഒരു ഫസ്റ്റ് നൈറ്റ്.
ആഹാ, മുഖത്ത് എന്തൊരു പ്രസാദാടോ. പ്രസാദം ഇല്ലാതിരിക്കോ? എന്തെല്ലാം അഗ്നിപരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാ നമ്മള് വീണ്ടും ഒന്നായത്. അതെ അതെ, അല്ലെങ്കിലും അതങ്ങനെ തന്നെയാ. ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. നമുക്കേ ഈ വലിയ വാചകടികൾ നിർത്താം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ശ്യാമയ്ക്കറിയോ? എന്ത് പ്രത്യേകത? ഇന്നേ നമ്മുടെ ആദ്യ രാത്രിയാ, ഫസ്റ്റ് നൈറ്റ്. അപ്പോ ഈ കഴിഞ്ഞു പോയ കുറെ മാസത്തെ രാത്രികളോ? ഇതുവരെ കഴിഞ്ഞതെല്ലാം കാളരാത്രികളാ. ഇന്നു മുതൽ തുടങ്ങുന്ന എല്ലാ രാത്രികളും ആദ്യ രാത്രികൾ. അപ്പോ എല്ലാ രാത്രികളും ആദ്യ രാത്രികളാണ്. അതെ അതെ, ആദ്യ രാത്രികളുടെ ഒരു പെരുമഴക്കാലം. ഏത് ആദ്യ രാത്രി ആണെങ്കിലും ഞാൻ ഇവിടെ നിലത്തേ കിടക്കൂ. താൻ എത്ര കാലം വേണമെങ്കിലും നിലത്ത് കിടന്നോ, എനിക്കത് പ്രശ്നമേ അല്ല. പക്ഷേ എന്നോടുള്ള ഇഷ്ടം ഇന്ന് എന്റെ മുഖത്ത് നോക്കി പറയണം. എന്താ മിണ്ടാ നിൽക്കുന്നത്? ഇഷ്ടം എന്റെ മുഖത്ത് നോക്കി പറയില്ലേ? അത് ശരി, തനിക്കെന്നെ ഇഷ്ടമല്ല. എനിക്കൊരു കടലോളം, ഈ ലോകത്തോളം വലിയ സ്നേഹം എന്റെ അഖിൽ സാറിനോടുണ്ട്. ശ്യാമേ, എന്റെ കണ്ണം കഴിഞ്ഞ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്റെ അഖിൽ സാറിനെയാ. എന്റെ ശ്യാമേ, അഖിൽ സാർ ഇല്ലാതൊരു ലോകം ശ്യാമയ്ക്ക് ഈ ജന്മത്തിലില്ല. എന്താടാ നീയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അകത്തോട്ട് കയറി ഇവരുടെ വീട്ടു സാധനങ്ങളായ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയടാ. മാഡം, എന്താ മാഡം ഇത്? അരുന്ധതിയുടെയും മോളുടെയും ചങ്കിനിട്ട് കുത്തിയിട്ട് ഇവിടെ ആരും ജീവിക്കണ്ട. ഞങ്ങളുടെ കാശ് മേടിച്ച് ആവോളം പുട്ടടിച്ചിട്ട് ഞങ്ങളെ തകർക്കാൻ നടക്കുന്നു. എന്നോട് മേടിച്ച പണം എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. ഒരു നയാ പൈസ കുറയാതെ ഇപ്പൊ ഇവിടെ കിട്ടണം. ഞങ്ങളിപ്പോ എവിടെ പോയി കാശുണ്ടാക്കാനാ മാഡം? നീയൊക്കെ പോയി ഓരോ വീട്ടിലും തെണ്ടടാ. എന്നെ ഭീഷണിപ്പെടുത്തുകയും തല്ലാനും വന്നവനല്ലേ നീ? അന്തസ്സുണ്ടെങ്കിൽ കാശെടുത്ത് വെക്കടാ. നാണം കെട്ടവൻ. എന്താടാ കാഴ്ച കാണാൻ വന്നാണോ? അകത്തോട്ട് കേറി ചെന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് എറി. അല്ല മാഡം, കോംപ്രമൈസ് ആവണമെങ്കിൽ ഈ ചട്ടിയും കലമൊക്കെ എടുത്ത് തല്ലി പൊട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഒരു കോംപ്രമൈസും ഇല്ല. ദേ ആ മുറ്റത്തേക്ക് എറിഞ്ഞിട്ടിരിക്കുന്ന കണ്ടില്ലേ? അതുപോലെ ബാക്കിയും കൂടി എടുത്ത് എറിയൂ. വാടാ.